ഹലോ, നമസ്കാരം. ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പ്രിയൻ ഇതാ വീണ്ടും നിങ്ങളുടെ തൊട്ടരികത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് ലവ് ബൈറ്റ്സിലൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട്. ആരാണെന്നോ? കണ്ണിൽ പ്രണയം നിറച്ച് ചിരിയിൽ ആരെയും മയക്കുന്ന സൗന്ദര്യം ചാലിച്ച് മലയാളത്തിന് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്. ഈ ഹായ് മാത്രം കേട്ടതുകൊണ്ട് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാവും. Can you just introduce yourself? This is somebody who worships love, Lakshmi Gopal Swami. Yes, welcome to Love Bites. Thank you. So, according to you, what is love? Love എന്ന് പറഞ്ഞാൽ അതൊരു വൈബ്രേഷൻ ആണ്, അതൊരു റൊമാൻസ് ആണ്. ലവ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇസ് ലവ്. Love is life. ലവ് ആണോ റൊമാൻസ് ആണോ? ആക്ച്വലി റൊമാൻസും ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് രണ്ടും സെയിം ആണ്. ലവ് ആൻഡ് റൊമാൻസ് ഇസ് ദ സെയിം. ആൻഡ് റൊമാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും മാൻ വുമൻ റൊമാൻസ്. നോട്ട് ഓൺലി ദാറ്റ്, റൊമാൻസ് വിത്ത് നമ്മുടെ എന്താ പറയാ, റൊമാൻസ് ഇസ് ലിറ്റിൽ മോർ ഇൻട്രസ്റ്റിംഗ്. ഐ ഫീൽ ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതില്. ബട്ട് യു നോ, ഐ ഫോർ എക്സാമ്പിൾ റൊമാൻസ് വിത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ വെറുതെ ഐ ലവ് ഇറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ഇറ്റ്. അതൊരു പ്രണയം. ആൻഡ് സോ റൊമാൻസ് എന്ന് പറഞ്ഞാൽ it's a very light feeling about life. You flirt with life. അതാണ് എനിക്ക് റൊമാൻസ്. Okay, so friends, ഇന്ന് ലക്ഷ്മി ഗോപാലസ്വാമിയാണ് നമ്മുടെ കൂടെയുള്ളത്. So keep listening to Love Bites with me, Priyan and... Hi, this is Lakshmi Gopal Swami on Love Bites. Once again, welcome back to Club FM Love Bites. ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളോടൊപ്പം ഒന്നിക്കുന്നു. ഇന്ന് ലവ് ബൈറ്റ്സിൽ നമ്മളോടൊപ്പം ലക്ഷ്മി ഗോപാലസ്വാമിയാണ് ഉള്ളത്. ലക്ഷ്മി എങ്ങനെ, റൊമാൻറ്റിക് ആണോ അതോ ആർ യു ഇൻ ലവ്? Both. I'm always in love. And ഞാൻ സ്ഥിരം I'm in love. And romantic also. Yes, romantic ആണ്. What makes you romantic? My eyes എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഐസ് അല്ല. എല്ലാവരും പറയും ലക്ഷ്മി യുവർ ഐസ് ആർ ബ്യൂട്ടിഫുൾ. അതല്ല ഞാൻ പറഞ്ഞത്. ദ വേ ഐ സീ തിങ്സ്. എന്റെ നോട്ടം, എന്റെ മനസ്സിലെ, മനസ്സിലായല്ലോ അതെങ്ങനെ മലയാളത്തിൽ പറയും, ദ വേ ഐ വ്യൂ തിങ്സ്. വീക്ഷണം അല്ലേ? എന്റെ വീക്ഷണം. സോ ഐ വ്യൂ, ഞാൻ ലൈഫ് ഐ വ്യൂ വിത്ത് എ വെരി റൊമാൻറ്റിക് ഐ. Okay, now tell me something about your first love. First love. Yeah, first love. What should I tell you about my first love? It's still there. Okay, so I think you need some more time to think about it. So dear friends, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. Is it possible to truly love more than one person at a time? അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആളുകളെ ഒരേ സമയം യഥാർത്ഥത്തിൽ പ്രണയിക്കാൻ കഴിയും. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ഈ ചോദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമന്റ്സിനായി പ്രിയൻ വെയിറ്റ് ചെയ്യുകയാണ്. സോ ഹിയർ കംസ് ദ നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺഡ്. വീണ്ടും സ്വാഗതം ചെയ്യുന്നു ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് ലക്ഷ്മി ഗോപാലസ്വാമിയാണ്. സോ നമ്മൾ ഫസ്റ്റ് ലവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരായിരുന്നു ആദ്യത്തെ ബോയ് ഫ്രണ്ട്? How can I say who? അതെല്ലാം ഒരു സീക്രട്ട് ആണ്. പക്ഷെ ലവ് ഉണ്ട്. What was that love story? It was friendship that blossomed into love. What happened? At school? School, I was never in love. I was a sannyasi till my post-graduation. Unbelievable. Satyam. But I think for me it is sharing our thoughts, sharing artistic thoughts and connecting artistically, I think is very important. Okay. Actor Rahman കഴിഞ്ഞ തവണ ലവ് ബൈറ്റ്സിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, true love happens only after the age of 30 to 35. Is that true? I think so. റഹ്മാൻ ശരിയാണ്. റഹ്മാൻ is correct. കാരണം നമുക്ക് ഒരു മെച്യൂരിറ്റി കിട്ടും. ഇതൊരു വെറുതെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അങ്ങനെയല്ല. It's more a mental connect. Our connection, I think, if that happens, that is love. Okay, what is true love according to you? True love എന്ന് പറഞ്ഞാൽ
where nangal oru we don't need to explain anything. Nammude vibration level they pettane manasilam what we have in our mind or our thought or our feelings. I think adana true love. Okay, so let's move on to the next track. Stay tuned to Club FM Love Bites. Good evening and welcome back to Club FM Love Bites. Lakshmi Gopalaswamiയോടൊപ്പം ഇന്ന് ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. മോഹൻലാൽ ഇതുപോലെ ലവ് ബൈറ്റ്സിൽ വന്നപ്പോൾ അദ്ദേഹം പറയണ്ടായി, ലവ് ആസ് മച്ച് ആസ് പീപ്പിൾ ആസ് യു ക്യാൻ. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? ഇസ് ദാറ്റ് സോ? He is an embodiment of love. Certainly. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഷോസ് ഒക്കെ പോകുമ്പോൾ അവർക്കൂടെ അമേരിക്ക, യൂറോപ്പ് എല്ലാം പോയിരുന്നു. ആ മൊത്തം ഒരു എന്താ പറയാ, ഒരു പ്രേമ ലഹരി ഓഡിറ്റോറിയം മുഴുവൻ ബാക്ക് സ്റ്റേജില്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വാട്ട് യു എമിനേറ്റ്. ഐ തിങ്ക് വാട്ട് ഹി ഇന്റൻസ് ടു സേ എമിനേറ്റ് ലവ്. സോ എപ്പോഴും യു റേഡിയേറ്റ് ലവ് വിതിൻ യു and let it come out. Yes, I believe in that. എത്ര പേരെ വേണമെങ്കിലും സ്നേഹിക്കാന്നാണോ? ഐ മീൻ പ്രണയിക്കാന്നാണോ? അങ്ങനെയാണോ? അതോ വൺ അറ്റ് എ ടൈം? ഇല്ല, ഐ ബിലീവ് ഇൻ ലവിംഗ് മോർ ദൻ വൺ മാൻ. അത് നാച്ചുറൽ ആണ്. ആണോ? തീർച്ചയായിട്ടും. ഓൺലി ദിസ് വൺ പേഴ്സൺ ഇൻ മൈ ലൈഫ്, അതല്ല എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ അത് ഐ എം നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് ദാറ്റ്. നൈസ് ടു റൈറ്റ്. Maybe some people experience that, but I can definitely love more than one man. Okay, there's a query for you. Prajesh says that he has a girlfriend, പക്ഷേ അയാളുടെ മനസ്സ് keeps fluctuating with relationships. How old is this boy? Maybe ഒരു ടീനേജറാണ്, ഒരു 18 to 20 അത്രേ ഉണ്ടാവുള്ളൂ പ്രായം. I need more details, Pradeep. I can't advise you on that. Pradesh. I need more details, Pradesh. Okay. So ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ സമയത്ത് നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ സ്റ്റേ ട്യൂൺഡ്.